കഫേകൾക്കും വീടുകൾക്കും ഇടയിലൂടെ പോകുന്ന വിയറ്റ്നാമിലെ പ്രശസ്തമായ റെയിൽ പാത. ആയിരക്കണക്കിന് സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഫുഡ് സ്ട്രീറ്റുകൾ. സഞ്ചാരികളെ കൊണ്ട് നിറയുന്ന വഴിയോരത്തെ റെസ്റ്റോറന്റുകൾ. പഴങ്ങളും പച്ചക്കറികളും മീനും മിഠായികളുമൊക്കെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന വലിയ മാർക്കറ്റ്. സൂപ്പും ഗ്രിൽഡ് മീറ്റും ഒക്കെയായി വ്യത്യസ്തങ്ങളായ വിയറ്റ്നാമീസ് ഭക്ഷണങ്ങൾ. കാണാം ഹനോയ് നഗരത്തിലെ ഓൾഡ് ക്വാർട്ടർ എന്ന സ്ഥലത്തെ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ. വിയറ്റ്നാം തലസ്ഥാനമായ ഹനോയിലെ നോയ് ബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ടാക്സിക്കായി കാത്തുനിൽക്കുകയാണ്. ഹോച്ചിമിൻ സിറ്റിയിലെ ടാൻ സൻ നാറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് കഴിഞ്ഞാൽ യാത്രക്കാരുടെ എണ്ണത്തിൽ രാജ്യത്തെ രണ്ടാമത്തെ വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇത്. ടാക്സിയിലങ്ങനെ ഹനോയിലെ ഓൾഡ് ക്വാർട്ടർ എന്ന സ്ഥലം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എസ് ആകൃതിയിൽ കംബോഡിയയ്ക്കും ലാവോസിനും ഒപ്പം സ്ഥിതി ചെയ്യുന്ന ഒരു തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് വിയറ്റ്നാം. സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം എന്ന ഈ രാജ്യം കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലാണുള്ളത്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ബാഗ് വച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി ഓൾഡ് ക്വാർട്ടറിന്റെ തെരുവിലൂടെ നടക്കുകയാണ്. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ നഗരമായ ഹോച്ചിമിൻ സിറ്റിക്ക് 1760 കിലോമീറ്റർ വടക്കായും ഹൈഫോങ് നഗരത്തിന് 120 കിലോമീറ്റർ പടിഞ്ഞാറായും സോങ്ഹോങ് നദീതീരത്തായാണ് ഹനോയ് എന്ന ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. വിയറ്റ്നാമിന്റെ തലസ്ഥാനവും രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരവുമാണ് ഹനോയ്. ഹനോയിലെ പ്രശസ്ത വാണിജ്യ കേന്ദ്രവും നമ്മുടെ ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയുമൊക്കെ പോലെയുള്ള ഒരു പഴയ സ്ഥലമാണ് ഓൾഡ് ക്വാർട്ടർ. വിയറ്റ്നാമിൻ്റെ ഒരു പഴയകാല മുഖം എന്ന് വേണമെങ്കിൽ ഓൾഡ് ക്വാർട്ടറിനെ വിശേഷിപ്പിക്കാം. ഒരു ഡയമണ്ട് ജ്വല്ലറിക്ക് മുൻപിലായാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് മുകളിൽ ആളുകൾ താമസിക്കുന്നുമുണ്ട്. റോഡിലാകെ ടൂ വീലറുകളുടെ തിരക്കാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൂ വീലറുകൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് വിയറ്റ്നാം. ഹനോയ് നഗരത്തിലാകട്ടെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ മോട്ടോർ സൈക്കിളുകളുടെ എണ്ണം. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഇത്തരം ടൂ വീലറുകൾ വാടകയ്ക്കെടുക്കാം. വിയറ്റ്നാം കറങ്ങിക്കാണാനുള്ള ഒരു ചെലവ് കുറഞ്ഞ മാർഗമാണിത്. ഇടയ്ക്കെല്ലാം സഞ്ചാരികളെയും കൊണ്ട് കറങ്ങാനിറങ്ങുന്ന സൈക്കിൾ റിക്ഷകൾ കാണാം. സിക്ലോ എന്നാണ് ഇവിടെ ഈ വണ്ടിയുടെ പേര്. അവിടെ നിന്നും മുന്നോട്ട് നടന്നു. വിയറ്റ്നാമീസ് വാസ്തുവിദ്യ, പുരാതന കടകൾ, സ്ട്രീറ്റ് ഫുഡ് ഷോപ്പുകൾ എന്നിവയടങ്ങിയ ഒരു സ്ട്രീറ്റാണ് ഓൾഡ് ക്വാർട്ടർ. വിയറ്റ്നാമിൽ ആധുനിക സൗകര്യങ്ങളിലും വലിപ്പത്തിലുമൊക്കെ ഏറെ മുന്നിൽ നിൽക്കുന്ന മറ്റു സ്ഥലങ്ങളുണ്ടെങ്കിലും ഇതും വിയറ്റ്നാമിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടെ ധാരാളം ചെറിയ കഫേകൾ കാണാം. കാപ്പി ഉൽപാദനത്തിൽ ബ്രസീലിനു പിന്നിൽ ലോകത്ത് 2ാം സ്ഥാനമാണ് വിയറ്റ്നാമിനുള്ളത്. അതുകൊണ്ടുതന്നെ ലോകത്ത് മറ്റെവിടെയും കാണാത്ത തരത്തിലുള്ള പ്രത്യേക ഇനം കാപ്പി രുചികൾ ഇത്തരം കഫേകളിൽ കിട്ടും. അതിലൊന്നാണ് എഗ് കോഫി. മുട്ടയുടെ മഞ്ഞക്കുരുവും പഞ്ചസാരയും പാലുമൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു കോഫിയാണിത്. നമ്മുടെ നാട്ടിലെ പലചരക്ക് കടകൾക്ക് സമാനമായ രീതിയിലുള്ള കടകൾ കാണാം. പക്ഷേ സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെ വളരെ കുറവാണ്. അതുപോലെ തന്നെ വിയറ്റ്നാമിൽ 8 ദിവസത്തോളം കറങ്ങിയിട്ടും നമ്മുടെ നാട്ടിലേതുപോലെ ഒരു ബേക്കറി എനിക്കിവിടെ കാണാൻ സാധിച്ചില്ല. വിവിധ വർണ്ണങ്ങളിലുള്ള കവറുകളിൽ പൊതിഞ്ഞ മിഠായികളാണ് ഈ കടകളിൽ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നത്. മിഠായികൾക്ക് തൊട്ടടുത്തുള്ള മറ്റൊരു കടയ്ക്ക് മുന്നിലാണ്. ഇവിടെ ഉണക്ക ഇറച്ചിയാണ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. ഉണക്കിയ ബീഫ് വളരെ നൈസായി ഇടിച്ചെടുത്തതാണ്.
ലൂസായും കവറിലും കുപ്പിയിലുമൊക്കെയായി ഉണക്കിയെടുത്ത ബീഫ് വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായി പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു കടയുമുണ്ട്. ഈ വലുതും ചെറുതുമായ കുപ്പികളിലെല്ലാം വ്യത്യസ്തങ്ങളായ സോസുകളാണ്. തെരുവിലൂടെയുള്ള നടത്തത്തിൽ കണ്ട ഒരു പ്രധാന സവിശേഷത ഇവിടെ കച്ചവടക്കാർ ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്നതാണ്. പലചരക്ക് സാധനങ്ങൾ തൊട്ട് പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങി മിക്ക സാധനങ്ങളും വിൽക്കുന്ന കടകളിലും സ്ത്രീകളാണ് കച്ചവടക്കാർ. വിയറ്റ്നാമിന്റെ പരമ്പരാഗത തൊപ്പിയൊക്കെ അണിഞ്ഞ് സൈക്കിളിൽ പേരയ്ക്ക വിൽക്കുകയാണ് ഈ സ്ത്രീ. വീട്ടുജോലികളിൽ ഒതുങ്ങാതെ പുറത്തേക്കിറങ്ങി ഇങ്ങനെ അധ്വാനിക്കാനുള്ള സ്ത്രീകളുടെ ഈ മനസ്സ് വളരെ പോസിറ്റീവായി തോന്നി. ഡ്രാഗൺ ഫ്രൂട്ട്, മാങ്ങ, മുസമ്പി, സ്ട്രോബെറി തുടങ്ങി നിരവധി പഴങ്ങളാണ് ഈ സ്ത്രീകൾ വിൽക്കുന്നത്. കണ്ടിട്ട് എല്ലാം ഫ്രഷ് ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നു. മാർക്കറ്റിലൂടെ അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ഇനി പോകുന്നത് ഡോങ് സോൻ മാർക്കറ്റിലേക്കാണ്. തുണിത്തരങ്ങൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങിയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു വലിയ ഇൻഡോർ മാർക്കറ്റാണ് ഡോങ് സാങ് മാർക്കറ്റ്. മാർക്കറ്റിന് ഉള്ളിലേക്ക് കയറുന്ന വഴിയിൽ തന്നെ നിരവധിയായ സാധനങ്ങൾ വിൽപ്പനയ്ക്കായി നിരത്തി വച്ചിട്ടുണ്ട്. മാർക്കറ്റിന് അകത്തേക്ക് കയറി. അത്യാവശ്യം തിരക്കൊക്കെയുള്ള വലിയൊരു മാർക്കറ്റാണ്. ഗ്രൗണ്ട് ഫ്ലോർ കൂടാതെ മുകളിൽ 2 നിലകൾ കൂടിയുണ്ട്. കയറി വരുന്നിടത്ത് തന്നെ ചെറിയൊരു ഫൗണ്ടൻ കാണാം. ഇവിടെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, അലങ്കാര വസ്തുക്കൾ, കുടകൾ എന്നിവയെല്ലാമാണുള്ളത്. തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോൾ തൊപ്പികളാണ് വിൽപ്പന വസ്തു. ഇവിടെ ട്രോളി അടക്കമുള്ള ബാഗുകളാണുള്ളത്. ഇവിടെ ചെരുപ്പുകളാണ് വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ളത്. വ്യത്യസ്ത മോഡലുകളിലുള്ള ചെരുപ്പുകളും ഷൂസും റാക്കുകളിൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഡോങ് സോൻ മാർക്കറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി. തെരുവിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ നടക്കുന്നത് ഹനോയ് ട്രെയിൻ സ്ട്രീറ്റിലേക്കാണ്. ട്രെയിൻ സ്ട്രീറ്റിലേക്ക് നടക്കുന്ന വഴിയിലുള്ള ഒരു കടയാണിത്. ശവസംസ്കാരത്തിനുള്ള റീത്തും ശവപ്പെട്ടിയുമൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. വീണ്ടും മുന്നോട്ട് നടന്നു. 2 സൈഡിലും കെട്ടിടങ്ങളുള്ള ഒരു ഇടുങ്ങിയ റെയിൽപാതയാണ് ഇത്. ഹനോയ് മുതൽ ഹോച്ചിമിൻ സിറ്റി വരെയുള്ള ഈ റെയിൽപാത 1902 ഫ്രഞ്ചുകാരാണ് നിർമ്മിച്ചത്. ഇപ്പോൾ ഇവിടം അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ട്രാക്കിന് ഇരുവശങ്ങളിലും പ്രധാനമായും കഫേകളാണ്. റോഡ് ക്രോസ് ചെയ്ത് ദിവസേന 2 തവണയാണ് ഇതിലൂടെ ട്രെയിൻ കടന്നു പോകുന്നത്. ട്രെയിൻ പോകുമ്പോൾ റെയിൽ പാളത്തിന് അരികിലിരിക്കുന്ന കസേരകളും മേശകളും ഇവിടെ നിന്ന് എടുത്തു മാറ്റും. കഫേകളുടെ ഭാഗമായുള്ള ഭംഗിയുള്ള ലൈറ്റുകൾ ഇവിടെ കാണാം. സഞ്ചാരികളിൽ പലരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന തിരക്കിലാണ്. കുറച്ചുനേരം ട്രെയിൻ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടുനിന്നു. ഉടനെയൊന്നും ട്രെയിൻ വരാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്നും തിരിച്ചു നടന്നു. ഇനി ഭക്ഷണം കഴിക്കണം. ഓൾഡ് ക്വാർട്ടറിലെ ബൂഞ്ച ഹനോയ് എന്ന റെസ്റ്റോറൻ്റാണിത്. റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇതാണ് ബൂഞ്ച. റൈസ് നൂഡിൽസും ഗ്രിൽഡ് പോർക്കും അല്പം മധുരമുള്ള ഒരു ഫിഷ് സോസും കുറച്ച് ഹെർബ്സും ചേർന്ന ഒരു വിയറ്റ്നാമീസ് വിഭവമാണിത്. നോർത്തേൺ വിയറ്റ്നാമിലെ, പ്രത്യേകിച്ച് ഹനോയിലെ ഒരു സ്പെഷ്യൽ വിഭവമാണിത്. അങ്ങനെ ബൂഞ്ച കഴിച്ച ശേഷം വീണ്ടും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. സ്ട്രീറ്റിലെ മറ്റൊരിടത്തേക്കെത്തി. ഇവിടെ വിവിധ തരം മീനുകൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളാണ് കാഴ്ച. ചെമ്മീനും മറ്റു പലതരം മീനുകളും ഇവിടെ പാകം ചെയ്തു വച്ചിരിക്കുന്നു. ഇത് ഇവിടുത്തെ ഫേമസ് ആയ വിയറ്റ്നാമീസ് സ്പ്രിംഗ് റോളാണ്. തൊട്ടിപ്പുറത്ത് പോർക്കിന്റെ വിവിധ ഭാഗങ്ങൾ കുക്ക് ചെയ്തതാണ്. കുറച്ചു സമയം ആ കാഴ്ചകളൊക്കെ കണ്ടവിടെ നിന്നു. ഇപ്പോൾ തെരുവിൽ അധികം തിരക്കില്ല. പക്ഷേ രാത്രി അടുക്കുംതോറും തിരക്ക് കൂടി വരും. സ്ട്രീറ്റിൽ എല്ലായിടത്തും ബൈക്കുകളുടെ തിരക്കാണ്. വീതി കുറഞ്ഞ റോഡാണെങ്കിലും വാഹനങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല.
അങ്ങനെ നടന്ന് നമ്മൾ നേരത്തെ കണ്ട ചന്തയുടെ മറ്റൊരു ഭാഗത്തേക്കെത്തി. ഇവിടെ ചെറിയ ഞണ്ടുകൾ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട്. ഒരാളിരുന്ന് ഞണ്ട് ക്ലീൻ ചെയ്യുന്നു. ഞണ്ട് കൂടാതെ ഒച്ചും മറ്റു പല ജീവികളെയും ഇവിടെ കിട്ടും. അതിന് തൊട്ടടുത്തായി ചിലയിനം മീനുകളാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. ജീവനുള്ള ഈൽ മത്സ്യങ്ങളാണിവ. തൊട്ടപ്പുറത്ത് ജീവനുള്ള മറ്റു മീനുകളുമുണ്ട്. ഇവിടെ ഉപ്പിലിട്ട പോലെ ചില വെജിറ്റബിൾസ് ആണ് വിൽക്കുന്നത്. ഇറച്ചി വിൽക്കുന്ന കടകളും പാകം ചെയ്ത വലിയ പോർക്ക് കഷണങ്ങൾ വിൽക്കുന്ന കടകളും ഇവിടെയുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ചന്തയിലൂടെ മുന്നോട്ട് നടന്നു. അവിടെ നിന്നും നടന്ന് സ്ട്രീറ്റിൻ്റെ മറ്റൊരിടത്തേക്കെത്തി. ഇവിടെ ഒരാൾ റോഡ് സൈഡിൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസുകൾ തിളച്ച എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. കുറച്ചു നേരം അത് കണ്ടങ്ങനെ നിന്നു. ഇവിടെ വിവിധങ്ങളായ വെജിറ്റബിൾസ് വിൽക്കാൻ വച്ചിരിക്കുന്നു. ഇവിടുത്തെ ഭക്ഷണശീലത്തിൻ്റെ ഒരു ഭാഗമാണ് ഇക്കാണുന്ന ഇലകളെല്ലാം. ഇറച്ചി വിഭവങ്ങൾ കഴിക്കുന്നതോടൊപ്പം ഇതുപോലുള്ള ഹെർബ്സും ഇവർ ധാരാളം കഴിക്കുന്നു. അവിടെ നിന്നും വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഒരു ചെറിയ കവലയിലെത്തിയപ്പോൾ കണ്ടതാണ് ഇത്. പോർക്ക് മീറ്റ് ഗ്രിൽ ചെയ്തെടുക്കുകയാണ് ഇവിടെ. പോർക്ക് മീറ്റിന് വിയറ്റ്നാമിൽ വൻ ഡിമാൻഡാണ്. കാഴ്ചകളൊക്കെ കണ്ടു നടന്നങ്ങനെ നേരം സന്ധ്യയായിരിക്കുന്നു. ഇവിടെ സ്ട്രീറ്റിൽ ഒരു സൈഡിലായിരുന്ന് ഒരാൾ സംഗീതോപകരണം വായിക്കുകയാണ്. കാഴ്ചക്കാരൊന്നുമില്ലെങ്കിലും അദ്ദേഹം ആസ്വദിച്ച് പരിപാടി തുടരുന്നുണ്ട്. ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാനായി തെരുവോരത്തെ കുഞ്ഞു കടകളിൽ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇതുപോലുള്ള ചെറിയ ടേബിളുകളും കസാരകളും സ്റ്റൂളുകളുമൊക്കെയാണ് ഇരിക്കാനായി ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഞണ്ടും ടൈഗർ പ്രോൺസുമൊക്കെ ഓർഡർ നൽകുന്നതനുസരിച്ച് വേവിച്ചും ഫ്രൈ ചെയ്തുമൊക്കെ നിമിഷങ്ങൾക്കകം തീൻമേശയിലേക്കെത്തും. സാധാരണ ഇവിടുത്തെ ആളുകളെല്ലാം നേരത്തെ അത്താഴം കഴിക്കുന്നവരാണ്. വൈകുന്നേരം 6 മണിക്കും രാത്രി 8 മണിക്കും ഇടയിലാണ് ഇവരുടെ ഡിന്നർ ടൈം. ഇതാണ് ഇവരുടെ കിച്ചൺ. 2-3 ഗ്യാസ് അടുപ്പുകൾ. കുക്കിങ്ങിനായി ഏറി വന്നാൽ 2 പേർ. ചെറിയ കടകളാണെങ്കിലും ധാരാളം ആളുകൾ ഇത്തരം കടകളിലേക്ക് ഇവരുടെ രുചി തേടിയെത്തുന്നുണ്ട്. ഈ കാണുന്ന ഒഴിഞ്ഞ കസാരകളെല്ലാം കുറച്ചുകൂടി കഴിയുമ്പോൾ നിറഞ്ഞു തുടങ്ങും. തെരുവുകളിൽ തിരക്ക് കൂടി വരുന്നു. നേരത്തെ ഒഴിഞ്ഞു കിടന്നിരുന്ന നിരത്തുകളിൽ ആളുകളും വാഹനങ്ങളും നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുകയാണ്. ഒരു പെൺകുട്ടി സോസേജ് ഗ്രിൽ ചെയ്യുകയാണ് ഇവിടെ. തൊട്ടപ്പുറത്തെ പ്ലേറ്റിലുള്ളത് പിസ്സയാണ്. രാത്രിയായാൽ ഓൾഡ് ക്വാർട്ടർ ഇങ്ങനെയാണ്. പകൽ സമയത്തെ ജോലിക്ക് ശേഷം ആളുകളെല്ലാം അല്പസമയത്തെ വിശ്രമത്തിനും ഭക്ഷണം കഴിക്കാനുമായി കൂട്ടമായി ഈ സ്ട്രീറ്റിലേക്ക് എത്തുന്നു. തിരക്കുള്ള റോഡിന് സൈഡിലായി രുചികരമായ ഭക്ഷണം വിൽക്കുന്ന ധാരാളം കടകളാണുള്ളത്. ഇവിടെ തിരക്കിൽ നിന്ന് അല്പം മാറി ഒരാൾ ഒരു കുട്ടിയുമൊത്ത് പാട്ട് പാടുകയാണ്. ആളുകൾ ചെറിയ സാമ്പത്തിക സഹായമൊക്കെ അവർക്ക് ചെയ്യുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് നടന്നു. ചെറിയ റോഡാണെങ്കിലും സഞ്ചാരികളുമായി വരുന്ന ഇത്തരം വലിയ ബസ്സുകളും ഇതിലൂടെ പോകുന്നുണ്ട്. ഇവിടെ ഒരാൾ ഒരു പരമ്പരാഗത വിയറ്റ്നാമീസ് വിഭവം ഉണ്ടാക്കുകയാണ്. നോംബോ എന്ന ഒരു ബീഫ് സാലഡാണിത്. ഉണക്കിയ ബീഫ്, നൂഡിൽസ് പോലെ കട്ട് ചെയ്തെടുത്ത ഗ്രീൻ പപ്പായ, ഹെർബ്സ്, കടല തുടങ്ങിയവയാണ് ഇതിലെ പ്രധാന ചേരുവകൾ. തൊട്ടടുത്ത ചില്ലുകൂട്ടിൽ കാട പോലെ എന്തോ ഫ്രൈ ചെയ്തതാണ്. ഞാനും ഒരിടത്ത് സീറ്റ് പിടിച്ചു. ഫുഡിന് ഓർഡർ നൽകി. നമ്മളെ കടയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഓർഡർ എടുക്കുന്നതും കാശ് വാങ്ങുന്നതുമെല്ലാം.
വിയറ്റ്നാം ഡോങ് ആണ് ഇവിടുത്തെ കറൻസി. പണപ്പെരുപ്പം കൂടുതലായതിനാൽ 2 ലക്ഷത്തിൻ്റെയും 5 ലക്ഷത്തിൻ്റെയും ഒക്കെ നോട്ടുകളൊക്കെ ഇവിടെയുണ്ട്. 10,000 ഡോങ് എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസി 34 രൂപയോളമേ വരൂ. ഇവിടുത്തെ ഒരു ബേർഡ് ഫ്രൈ സാലഡ് കഴിക്കുകയാണ്. ഇതാണ് ഫാ. നമ്മുടെ നാട്ടിൽ ചോറ് കഴിക്കുന്നത് പോലെ ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന ഭക്ഷണമാണിത്. വേവിച്ച മീറ്റും വൈറ്റ് റൈസ് നൂഡിൽസും ഹെർബ്സുമൊക്കെ മിക്സ് ചെയ്ത ഒരു സൂപ്പാണിത്. അങ്ങനെ ഭക്ഷണം കഴിച്ച് എണീറ്റു. വീണ്ടും തെരുവിലെ കാഴ്ചകളും ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റു വിയറ്റ്നാം വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.